ഇന്നലെ പാർലമെന്റ് ചർച്ച ചെയ്യുകയും പാർലമെന്റ് പാസ്സാക്കുകയും ചെയ്തിരിക്കുകയാണ്. പ്രസ്തുത ബില്ല് പാർലമെന്റ് പാസ്സാക്കി രാജ്യസഭ പാസ്സാക്കിയാൽ അത് രാഷ്ട്രപതി ഒപ്പിട്ടാൽ നിയമമാകുകയാണ്. വഖഫ് നിയമം 2013 BJP കൊടുത്ത നിയമമല്ല, 2013 കോൺഗ്രസ്സാണ് വഖഫ് നിയമം ഭേദഗതി ചെയ്തത്. ആ വഖഫ് നിയമപ്രകാരം ഏതൊരാളുടെയും ഭൂമി അത് വഖഫാണെന്ന് പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാൻ ഒരു കോടതിക്കും അധികാരമില്ല, സുപ്രീം കോടതിക്കും അധികാരമില്ല എന്ന നിയമമാണ് വഖഫിന് എഴുതിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇന്ത്യയുടെ പരമോന്നത കോടതി സുപ്രീം കോടതിയാണ്. ആ സുപ്രീം കോടതിക്ക് പോലും വഖഫ് ഭൂമി, ഞാൻ താമസിക്കുന്ന ഭൂമി വഖഫാണെന്ന് പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല. അത് തെളിയിക്കേണ്ടത് വഖഫിന്റെ ട്രൈബ്യൂണലാണ്. വഖഫിന്റെ ട്രൈബ്യൂണൽ മാത്രമേ ആ കേസ് സ്വീകരിക്കുകയുള്ളൂ. എനിക്ക് ഹൈക്കോടതിയിൽ പോകാനോ സുപ്രീം കോടതിയിൽ പോകാനോ ഒരു കോടതിയിൽ പോകാനും അവകാശമില്ല. അത് വഖഫിന്റെ ട്രൈബ്യൂണൽ കോടതിയിലാണ് നാം ഹാജരാകേണ്ടത്. നമ്മുടെ ഭൂമിയാണ് തെളിയിക്കാനുള്ള രേഖ സഹിതം വഖഫിന്റെ ഭൂമിയിൽ നമ്മൾ വഖഫിന്റെ കോടതിയിൽ നമ്മൾ ഹാജരാക്കണം. അങ്ങനെ ഏതാണ്ട് 98,000 കേസുകൾ ഇന്ന് ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന വഖഫുമായിട്ടുള്ള തർക്കങ്ങൾ. ഏതാണ്ട് വഖഫ് ഭൂമി ഇന്ത്യൻ പാർലമെന്റ് വഖഫാണെന്ന് പറയുന്നു. ഇന്ദിരാഗാന്ധി വിമാനത്താവളം വഖഫാണെന്ന് പറയുന്നു. എന്തിനേറെ പറഞ്ഞു പാർലമെന്റ് വഖഫാണെന്ന് പറയുന്നു. നാളെ സുപ്രീം കോടതിയിൽ നിൽക്കുന്ന കെട്ടിടം വഖഫാണെന്ന് പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാൻ സുപ്രീം കോടതിക്ക് പോലും അധികാരമില്ലാത്ത ഒരു നിയമമാണ് വഖഫിന് ഇന്ന് കോൺഗ്രസ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മുസ്ലിം ലീഗിനെതിരില്ല, മുസ്ലിമിനെതിരില്ല. ഈ നിയമം നടപ്പിലാക്കേണ്ടത് ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ പൗരനും ജാതി മത ഭേദമന്യേ തുല്യ നീതി നടപ്പിലാക്കുക എന്നതാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ലക്ഷ്യം. അതുകൊണ്ട് ഈ നിയമം നമുക്കറിയാം, ഇസ്ലാം ഇന്ത്യയിൽ വരുന്നതിന് മുമ്പാണ് തമിഴ്നാട്ടിലെ ക്ഷേത്രം, തിരുവഞ്ചൂർ ക്ഷേത്രം അത് വഖഫാണെന്ന് പറയുന്നത്. ഇങ്ങനെ ആരാണോ വഖഫാണെന്ന് പറയുന്നത് ആ വഖഫിനെതിരെ കോടതിയിൽ പോകാൻ ഒരു പൗരനും അവകാശമില്ലാതെ ട്രൈബ്യൂണലിന്റെ കോടതി വേണം നമ്മൾ ഹാജരാകേണ്ടത്. അത് ട്രൈബ്യൂണൽ പറയാണ് അത് വഖഫാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും ചോദിക്കാൻ പറ്റും. ആ നിയമമാണ് ഇന്ന് ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ നിയമത്തിനെതിരെ ഒരു വഖഫ് ഭൂമിയും കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുന്നില്ല, ഒരു വഖഫ് ഭൂമിയും BJP സർക്കാർ ഏറ്റെടുക്കുന്നില്ല. വഖഫായി നിലനിൽക്കുന്നത് 5 വർഷം ഇസ്ലാമായി ജീവിച്ച ഒരു മനുഷ്യന് മാത്രമേ വഖഫ് നിയമപ്രകാരം ഭൂമി ദാനം ചെയ്യാൻ അവകാശമുള്ളൂ എന്നാണ് നമ്മൾ. ഇതിനെതിരെ ഏതാണ്ട് 2 മാസം മുമ്പ് ഈ പാർലമെന്റില് ഈ വഖഫ് നിയമം ചർച്ചയ്ക്ക് വരികയും അത് ജയിപ്പിക്കുകയും ഏതാണ്ട് 20,000-ഓളം അതിന്റെ പരാതികളെ സ്വീകരിക്കുകയും അത് ചർച്ച ചെയ്യുകയും തീരുമാനിക്കുമെന്ന ഒരു ചർച്ചയാണ് ഇന്നലെ പാർലമെന്റ് നടന്നത്. ആ പാർലമെന്റില് കേരളത്തിൽ നിന്ന് പോയ 20 MPമാരും ഈ വഖഫിന് വോട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, മുനമ്പം പ്രശ്നം. മുനമ്പത്ത് എന്താണ് 600ഓളം കുടുംബങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ്, പാവപ്പെട്ടവരാണ്, കടലിൽ പോകുന്നവരാണ്. അവരുടെ കിടപ്പാടം അവര് പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ്, റിസർവിൽ രജിസ്റ്റർ ചെയ്ത ഭൂമിയാണ്, നികുതി അടയ്ക്കുന്ന ഭൂമിയാണ്. അത് ഒരു സുപ്രഭാതത്തിൽ പറയാൻ വഖഫാണ്. ആ വഖഫായതുകൊണ്ട് നികുതി സ്വീകരിക്കുന്നില്ല, വില്ലേജിന് നികുതി സ്വീകരിക്കുന്നില്ല. ആ പാവപ്പെട്ട കുടുംബങ്ങള് 128 ദിവസമായി സമരത്തിലാണ്, അവർ നിരാഹാര സമരത്തിലാണ്. ഇത് ആരോട് പറയും, ആര് കേൾക്കാം? അതിന് ഈ കോൺഗ്രസിനെ വരുത്തി വെച്ച ഒരു അനധികൃതമായ നിയമമാണ് 2013 ഈ വഖഫ് ഭേദഗതി നിയമം. അത് പ്രകാരം ആരുടെ ഭൂമി വഖഫാണെന്ന് പറഞ്ഞാൽ വഖഫാണ്. അതിന് ചോദ്യം ചെയ്യാൻ സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ കീഴ്ക്കോടതിയിലോ ഒന്നും പോകാൻ ഒരു പൗരന് അവകാശമില്ല. അവൻ പോകേണ്ടത് ഈ വഖഫിന്റെ ട്രൈബ്യൂണൽ കോടതിയിലാണ്. ആ കോടതി എന്ത് പറയുന്നോ അതാണ് അംഗീകരിക്കേണ്ടത്. അതിനെതിരെ സുപ്രീം കോടതിക്ക് പോലും ഒരു നിയമം കൊണ്ടുവരാൻ സാധ്യമല്ല എന്നതാണ് വഖഫിന്റെ നിയമം. ഈ ഭേദഗതികളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഇന്നലെ അത് പാർലമെന്റ് ചർച്ച ചെയ്യുകയും, നമുക്കറിയാം മുനമ്പത്ത് നമ്മുടെ കേരളം ഭരിക്കുന്ന UDFന്റെ MPമാരും VD സതീശനും നമ്മുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇടതുപക്ഷത്തിന്റെ എല്ലാ MLAമാരും പോയി മുനമ്പത്തുള്ളവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ആ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു
പാർലമെന്റില് ഒന്നിച്ച് ഈ ബില്ലിനെതിരെ വോട്ട് ചെയ്തിരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അവരുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാൽ ഇവർക്ക് പൈസ കിട്ടുമോ? ഇവർക്ക് നികുതി അടയ്ക്കാൻ പറ്റുമോ? ഞങ്ങൾ കോൺഗ്രസും UDF കൂടെ ഐക്യദാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നികുതി അടയ്ക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഈ പാവപ്പെട്ടവരെ രക്ഷിക്കേണ്ട കടമ ഇന്ത്യയുടെ സർക്കാരിനാണ്. ആ സർക്കാർ അതിന്റെ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. മുനമ്പത്തെ ജനങ്ങൾ മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് ഒരുപാട് രാജ്യങ്ങൾ, ഒരുപാട് തിരുച്ചെന്തൂർ ക്ഷേത്രം, തമിഴ്നാട്ടിലുള്ള തിരുച്ചെന്തൂർ ക്ഷേത്രം